രാജ്യത്തെ മുഴുവൻ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭയചകിതമായ ഓർമ്മകൾ ഇന്ന് ഒരു വർഷത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ 22-ന് മലയാളിയും കൊച്ചി ഇടപ്പള്ളി സ്വദേശിയുമായ രാമചന്ദ്രൻ അടക്കമുള്ള 26 പേർ തങ്ങളുടെ ഉറ്റവർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പമായിരുന്നു ജമ്മു കാശ്മീർ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ ജീവിതത്തിലെ ഒരു ദിവസം സന്തോഷിക്കാനെത്തിയത്. എന്നാൽ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ബഹുസ്വരതയിലും രാജ്യം ദിവസേന കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതിയിലും അസൂയയും അസ്വസ്ഥതയും പൂണ്ട പാകിസ്ഥാൻ എന്ന ഭീകര ശക്തികളെ വളർത്തി പരിപോഷിപ്പിക്കുന്ന രാഷ്ട്രം, ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി പരിപോഷിപ്പിച്ച ഭീകര ശക്തികൾ ഊഴം കാത്തിരുന്ന ദിവസം കൂടെയായിരുന്നു അത്. ബൈസരൻ താഴ്വരയിൽ ഉച്ചയ്ക്ക് 1 മണിയോടടുത്ത സമയത്തായിരുന്നു രാജ്യത്തെ മുഴുവൻ നടുക്കിയ ആക്രമണം നടന്നത്. ബൈസരൻ താഴ്വരയ്ക്കടുത്തുള്ള നിബിഡ വനങ്ങളുടെ മറപറ്റി പാകിസ്ഥാനിൽ നിന്ന് പെരിച്ചാഴികളെ പോലെ നുഴഞ്ഞു കയറിയ തീവ്രവാദ കൂട്ടങ്ങൾ ആ വനമേഖലയിൽ ഒളിച്ചിരുന്നുകൊണ്ട് വിനോദസഞ്ചാരികൾക്കും കുതിരസവാരി നടത്തുന്നവർക്കും നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റു വീഴുന്നവർ ഹിന്ദുവോ ക്രിസ്ത്യനോ ആയിരിക്കണമെന്ന തീവ്രവാദത്തിന്റെ കഠിനമായ നിബന്ധനകളെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് കൊന്നു തള്ളും മുൻപ് ആ പുരുഷന്മാരാരും മുസ്ലിമുകളല്ല എന്നുറപ്പിക്കുവാൻ അവരുടെ പേര് ചോദിച്ചതും, അതുകൊണ്ട് തൃപ്തിയാകാതെ ഗൺ പോയിന്റിൽ നിർത്തി കലിമച്ചൊല്ലാൻ നിർബന്ധിച്ചതും, എന്നിട്ടും പോരാതെ സുന്നത്ത് കർമ്മം ചെയ്യപ്പെട്ടവരാണോ എന്നറിയുവാൻ അടിവസ്ത്രങ്ങൾ നേരെ അഴിച്ചു നോക്കിയതും ഭീകരാക്രമണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതയായി മാറുകയായിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ പോഷക സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഭീകര കൂട്ടമായിരുന്നു അന്ന് ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുക്കുകയും 7 ഭീകരർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന അവകാശത്തിന്റെ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിന്റെയും അവകാശ തർക്കങ്ങളുടെയും പരിണത ഫലമായി ജമ്മു കാശ്മീരിൽ തീവ്രമായ മതബോധനം കൊണ്ട് സ്വാധീനമുണ്ടാക്കി ഇന്ത്യയുടെ സ്വൈര്യ ജീവിതത്തിന് തുരങ്കം വെച്ച പാകിസ്ഥാന്റെ നീക്കങ്ങൾ അല്പമെങ്കിലും ലക്ഷ്യം കണ്ടത് ജമ്മു കാശ്മീരിലൂടെ അലയുന്ന തീവ്രവാദികളുടെ പിൻബലത്തിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളെന്നും മിനി സ്വിറ്റ്സർലൻഡ് എന്നുമൊക്കെ പേരുണ്ടെങ്കിലും ഒരു വിനോദസഞ്ചാരിയെയും അങ്ങോട്ടടുപ്പിക്കത്തക്ക വിധത്തിൽ തീവ്രവാദികളെ മുക്കിനും മൂലയ്ക്കും അണിനിരത്തി ജമ്മു കാശ്മീരിന്റെ സ്വൈര്യ ജീവിതത്തിനും സംസ്ഥാനത്തിന്റെ ടൂറിസം വളർച്ചയ്ക്കും തടസ്സമായി നിന്ന തീവ്രവാദികൾക്ക് അഴിഞ്ഞാടുവാൻ പറ്റിയ സാഹചര്യമായിരുന്നു ചിലർ ഉണ്ടാക്കി വെച്ച കാശ്മീരിന്റെ പ്രത്യേക പദവി. എന്നാൽ നിയമപരമായി ആ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പും ജനാധിപത്യ ഭരണവും കൊണ്ടുവന്ന് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് തീവ്രവാദികളെ മുഴുവൻ തച്ചുടച്ചു മാറ്റി ടൂറിസം മേഖലയെ തിരികെ കൊണ്ടുവരുന്നതിനിടയിലാണ് കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കുവാനും ഭീതി പടർത്താനുമായി നിരായുധരായ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാന്റെ ഒത്താശയോടെ ഈ ക്രൂരകൃത്യം നടത്തിയത്. രാജ്യത്തിന്റെ ഡിസിപ്ലിനും ഇതര രാജ്യങ്ങളോടുള്ള ഡിപ്ലോമസിയും അങ്ങേയറ്റം ആദരവോടെ കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യ ആരോടും അങ്ങോട്ട് കയറിക്കെട്ടി വഴക്കിന് പോകാറില്ലെന്ന് ലോകത്ത് ഏവർക്കും അറിയാം. എന്നാൽ രാജ്യത്തേക്ക് കയറി വന്ന് മതം തിരഞ്ഞ് മുസ്ലിമല്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് 26 ഇന്ത്യൻ സ്ത്രീകളുടെ നെറ്റിയിലെ കുങ്കുമം മായിച്ചും അവരെ വിധവകളാക്കി പാക് ഭീകരതയ്ക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാതിരിക്കാനും ഇന്ത്യക്ക് കഴിയുമായിരുന്നില്ല. ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രത്യാക്രമണത്തിലൂടെ പാകിസ്ഥാനിൽ കയറിച്ചെന്ന ഇന്ത്യയുടെ ധീര ജവാന്മാർ ഭീകരവാദികളുടെ ക്യാമ്പുകളും തട്ടകങ്ങളും തകർത്തുകൊണ്ട് തീവ്രവാദികളുടെ തലവന്മാരെയും പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ പലരെയും ഇനിയൊരു ആക്രമണത്തിന് മുതിരാത്ത വിധത്തിൽ ഇല്ലാതാക്കുകയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമെന്ന് കരുതിയ നിമിഷങ്ങളിലേക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് പഹൽഗാമിലേക്ക് കൈപ്പിടിച്ച് ആനയിച്ച് പ്രിയപ്പെട്ടവർ കൺമുൻപിൽ പിടഞ്ഞു വീഴുന്നത് കണ്ട് ആർത്തലച്ചു കരഞ്ഞ ഹിമാൻഷി നർവാളിൻ്റെയും ആരതിയെയും പോലെയുള്ള സ്ത്രീകൾക്ക് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ടാണ് ലഫ്റ്റനന്റ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും മുൻപിൽ നിന്ന് നയിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ തിരിച്ചടി ഓപ്പറേഷൻ അങ്ങേയറ്റം വിജയകരമാക്കി തീർത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് 1 വയസ്സ് തികയുമ്പോൾ ജമ്മു കാശ്മീരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാമിലെ രക്തസാക്ഷികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നേരെ അത്യാദരവോടെ കൈകൂപ്പുകയും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലെ ധീര ജവാന്മാർക്ക് ബിഗ് സല്യൂട്ടും.